എഴുതാപ്പുറം പുതിയൊരു തുടക്കമാണ്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ എഴുതാത്ത പുറങ്ങളെ, വായനയുടെ വിവിധ തലങ്ങളെ, അവർ എഴുത്തിനു വേണ്ടി നടത്തുന്ന ഒരുക്കങ്ങളെ, അങ്ങനെ വായനക്കാർ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ ചില ചിന്തകൾ പങ്കുവെക്കുന്ന പുതിയൊരു തുടക്കം. ഇന്ന് എഴുതാപ്പുറത്തിൽ നമ്മോടൊപ്പം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും വയലാർ ഇടശ്ശേരി അവാർഡ് ജേതാവും അതുപോലെ പ്രഥമ അസ്ഗർ അലി എഞ്ചിനീയർ നാഷണൽ അവാർഡ് ജേതാവും സംസ്ഥാന സാഹിത്യോത്സവ അവാർഡ് ജേതാവും ഒക്കെയായ അനവധി അംഗീകാരങ്ങൾ ലഭിച്ച ഒരുപാട് മനോഹരങ്ങളായ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായ നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗവും മലയാളത്തിൻ്റെ കൺവീനറുമായ പ്രിയപ്പെട്ട രാമനുണ്ണി മാഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാഷിനെയും നിങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. ആദ്യമായി ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വലിയ എഴുത്തുകാരനും ഒരു വലിയ വായനയുടെ ലോകം പിന്നാമ്പുറത്തുണ്ടായിരിക്കും. ഒരു നല്ല എഴുത്തുകാരൻ ഒരു നല്ല വായനക്കാരൻ കൂടിയാണ് എന്നത് എല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ്. മാഷിൻ്റെ വായനയിലേക്കുള്ള തുടക്കം എങ്ങനെയാണ്? അതുപോലെ തുടക്കം ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, വായനയെ ഇപ്പോഴും എല്ലാ കാലത്തും ഒരു കുറവും വരാതെ കൂടെ നിർത്തുകയും വേണം. അപ്പോൾ വായനയുടെ ആ തുടക്കവും ആ തുടർച്ചയും എങ്ങനെയാണ്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ മാത്രമേ കാര്യമായിട്ട് വായിച്ചിരുന്നുള്ളൂ. കാരണം ഞാൻ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച കുട്ടിയാണ്. നന്നായി പഠിച്ച് എന്തെങ്കിലും ജോലി ലഭിച്ച് കുടുംബത്തിനെ നല്ല പോലെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊരു ദൗത്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ പാഠപുസ്തകങ്ങൾ പഠിക്കുക, ക്ലാസ്സിൽ ഒന്നാമനാവുക, ഇതിന് ഞാൻ മുൻഗണന കൊടുത്തിരുന്നു എന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ഒരു പരന്ന വായന ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ സാഹിത്യ സമാജങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ ചില കൃതികളെ പറ്റി പരാമർശിക്കും. അതൊക്കെ ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ വല്ലവരുടെ അടുത്തുനിന്നോ കിട്ടുമ്പോൾ ഒന്ന് നോക്കും എന്നല്ലാതെ, ഇന്നത്തെ പോലെയൊന്നും സ്കൂളുകളിൽ ലൈബ്രറി ഒന്നും അത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കാലമല്ലാതെ. അതിനുശേഷം പിന്നെ ഈ പഠിപ്പിന് വളരെ പ്രാധാന്യം ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ SSLCക്കൊക്കെ പിന്നെ ഫസ്റ്റ് ക്ലാസ്സും സ്കൂളിൽ തന്നെ ഒന്നാമനോ രണ്ടാമനോ മറ്റോ ആയിട്ടാണ് ഞാൻ പാസ്സായത്. പിന്നെ എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ജീവിതത്തിൽ വലിയൊരു തകിടം മറി ഉണ്ടായി. ഈ ആത്മീയ ഗ്രന്ഥങ്ങളും കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങളും ഒരേപോലെ വായിക്കുക, അങ്ങനെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു മനോരോഗമാണോ എന്ന് ചികിത്സിച്ച് മനോരോഗമാണോ എന്ന് സംശയിച്ചിട്ട് തെറ്റായ ചികിത്സകളിൽ കൂടെ കടന്നുപോയൊരു കറുത്ത കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പഠിപ്പ് തൽക്കാലം ഒന്ന് മുടങ്ങി. ആ സമയത്താണ് ജീവിതത്തെ പറ്റിയും മനുഷ്യൻ്റെ വിധിവിവേകങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കലും അതിനോടനുബന്ധിച്ചിട്ടുള്ള വായനകളും ഉണ്ടായത്. അപ്പോൾ വെറും ജോലി കിട്ടുക, നല്ല നിലയ്ക്ക് എത്തുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം ജീവിതത്തിനോടുണ്ടായപ്പോഴാണ് വായന കൂടുതൽ തുടങ്ങിയത്. അപ്പോൾ മലയാളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പഠിച്ചു. ഇംഗ്ലീഷ് ഞാൻ ഡിഗ്രിക്കൊക്കെ ഇംഗ്ലീഷ് BA ആയിരുന്നു, MA BA ആയിരുന്നു. അങ്ങനെ ഇംഗ്ലീഷിൽ പരിജ്ഞാനം വന്നതോടുകൂടി ഇംഗ്ലീഷ് പുസ്തകങ്ങളും വായിക്കുന്ന ഒരു ലോകത്തേക്ക് ഞാൻ കടന്നു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എഴുത്തുകാരനാകാൻ എന്നെ സഹായിച്ചത് ഈ വായനകളെ കൂടിയാണ്. വായിക്കുന്ന സമയത്ത് എഴുത്തുകാരനാവുക, സാഹിത്യകാരനാവുക എന്നത് വളരെ വലിയ കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ജോലി കിട്ടുന്നതിനുപരിയായി ജീവിക്കാനുള്ള സമ്പാദ്യങ്ങൾ സ്വരൂപിക്കുന്നതിനുപരിയായിട്ട് ജീവിതത്തെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും ലോകത്തെ പറ്റിയും ഒക്കെ ആലോചിക്കാനുള്ളൊരു വാതായനമാണ് എഴുത്ത് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കൂടുതൽ എഴുത്തിലേക്കല്ല വായനയിലേക്ക് ആകർഷണനാകുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ സാഹിത്യകൃതികളൊക്കെ വായിക്കുമ്പോൾ തന്നെ, തത്വചിന്താപരമായ കൃതികളൊക്കെ വായിക്കുമ്പോൾ തന്നെ സാഹിത്യകാരനാകുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് എന്ന് എന്നെ ആദ്യമായി ബോധിപ്പിച്ചത് CV രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ആ കൃതിയിൽ കൂടെ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജീവിതത്തിനേക്കാൾ സത്യാത്മകമായൊരു ജീവിതം
ആണ് നമുക്ക് വായനയിൽ കൂടെ, സാഹിത്യകൃതികളിൽ കൂടെ ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് എഴുത്തുകാരനാവാനുള്ള വലിയ ആഗ്രഹം. ശരിക്കും ഈ ജീവിതത്തിൽ ഇങ്ങനെ ചില അനർത്ഥ സംഭവങ്ങളുണ്ടായി പഠിപ്പൊക്കെ മുടങ്ങിയത് ഒരു തരത്തിൽ ഇന്ന് നല്ലതാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരണം എഴുത്തുകാരനാവാനുള്ളൊരു മനോഭാവം എന്നിൽ ഉണ്ടാക്കിയത് ആ കറുത്ത കാലഘട്ടമാണ്. പിന്നെ പല വായനകളിലേക്കൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ വായനയെപ്പറ്റി പറയുമ്പോൾ ഞാൻ സാധാരണ വായനക്കാരോടും എഴുത്തുകാരാകാൻ ആഗ്രഹിക്കുന്ന വായനക്കാരോടും പറയേണ്ടത് എത്ര കൂടുതൽ വായിച്ചു എന്നതല്ല, ആ ക്വാളിറ്റി ഓഫ് റീഡിംഗ് ആണ് പ്രധാനം. വായിക്കുന്നതിൻ്റെ ഗുണനിലവാരം. സാഹിത്യകൃതിയൊക്കെ ആകുമ്പോൾ അതിൽ അലിഞ്ഞിരുന്ന് വായിക്കണം. അതിൽ നിന്നുള്ള ചില ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള, അതായത് ക്വിസ് മത്സരത്തിന് പങ്കെടുത്ത് സമ്മാനം വാങ്ങാനുള്ള വായനയാവരുത്. ഒരു സാഹിത്യകൃതിയിലുള്ള ജീവിത ദർശനം, അതിലുള്ള തത്വശാസ്ത്രങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയല്ല, സ്വാംശീകരിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിയലൈസേഷൻ. അങ്ങനെ റിയലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ആകെ മാറി മറിയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ക്ലാസിക്കലായിട്ടുള്ള സാഹിത്യകൃതികൾ വായിക്കുന്നതിന് മുമ്പും ശേഷവും വായിച്ച ആൾ വ്യത്യസ്ത മനുഷ്യരായിട്ട് മാറുന്നു. കാരണം നമ്മുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടും സമീപനവും തന്നെ ഒരു മഹത്തായ സാഹിത്യകൃതിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ആഴത്തിലുള്ള വായനയായിരിക്കണം. ഇന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് പലപ്പോഴും വായന എന്ന് പറഞ്ഞ ഒരു വെറുതെ സ്കാൻ ചെയ്യുന്ന മാതിരി ഓട്ടിച്ചു പോവല. അതിലെ കുറച്ച് ഇൻഫർമേഷൻസ്, ഇന്ന കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വായനയാണ്. അതുകൊണ്ട് വലിയ ഗുണമില്ല എന്നതാണ് വായനയെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ ഈ ഒരു നല്ല വായനക്കാരനാകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ചിലർ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങൾ ആദ്യം വളരെ ചെറിയ കൃതികൾ വായിക്കുക. ഇപ്പോൾ ബാലസാഹിത്യങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ ചെറിയ ചില നോവലുകൾ വായിച്ച് തുടങ്ങാം. അങ്ങനെ ഒരു തുടക്കം വായനയ്ക്ക് ആവശ്യമാണ്. ഇപ്പോൾ മാഷ് മാർത്താണ്ഡവർമ്മയാണ് ആദ്യമായി സ്വാധീനിച്ചത്. വലിയൊരു നോവലാണ്. പ്രത്യേകിച്ചും കുറച്ചും കൂടെ നമ്മുടെ വായനക്കാരൻ്റെ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു നോവൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ വായനയിലേക്കുള്ള ആ ഒരു പ്രവേശനം എങ്ങനെയായിരിക്കണം എന്നാണ് മാഷ് വിചാരിക്കുന്നത്? വായനയിലേക്കുള്ള പ്രവേശനം എനിക്ക് തോന്നുമ്പോൾ പലരും പറയും ഈ പൈങ്കിളിമാരത്തിലുള്ള കൃതികളൊക്കെ വായിക്കുന്നത് വായനയിലേക്കൊരു പരിചയം ഉണ്ടാകാൻ നല്ലതാണ്. ചിലവരെ സംബന്ധിച്ച് അത് ശരിയായിരിക്കും. പക്ഷേ അക്ഷരജ്ഞാനും ഭാഷയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ലളിതമായ ബാലസാഹിത്യം വായിച്ച് പടിപടിയായിട്ട് ഉയർന്നു പോകണം എന്നുള്ള ഒരു നിബന്ധനയില്ല. നമ്മുടെ മനസ്സിലാക്കാനുള്ള ശേഷിക്കനുസരിച്ച് ഭാഷാപരിജ്ഞാനമുണ്ടെങ്കിൽ നല്ല പുസ്തകങ്ങളൊക്കെ തന്നെ ആദ്യം തന്നെ വായിക്കാം. ഈ പടിപടിയായിട്ടുള്ള എന്നുള്ളതൊക്കെ ഒരു ലളിതവൽക്കരണമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ബാലസാഹിത്യം കാര്യമായിട്ട് ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില സാഹിത്യ സംബന്ധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു എന്ന് മാത്രം. അപ്പം അങ്ങനെ ബാലസാഹിത്യം കഴിഞ്ഞിട്ട് ലളിതമായ സാഹിത്യം, ഇങ്ങനെ പടിപടിയായിട്ടുള്ള ഉയർച്ചയിലൊന്നും വലിയ അർത്ഥമില്ല. ഈ വായിക്കുന്നവരുടെ കപ്പാസിറ്റി, അവരുടെ ഭാഷാജ്ഞാനം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും വളരെ തത്വചിന്താപരമായ കാര്യങ്ങൾ, സാഹിത്യത്തിൻ്റെ പ്രയോജനത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഗഹനമായിട്ടുള്ള ചെറിയൊരു കൃതിയാണ്. അതിപ്പോൾ അക്ഷജ്ഞാനമുള്ളൊരു കുട്ടിക്ക്, ഒരു 10ാം ക്ലാസ്സുകാരനത് വായിച്ചാൽ മനസ്സിലാവിച്ച ആദ്യം തന്നെ വ്യാസനും വിഘ്നേശ്വരനും വായിക്കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള ഇതാണ്. പക്ഷെ വായനയുടെ ക്വാളിറ്റി പ്രധാനം. കണ്ടമാനം വായിക്കുക, എഴുതണം എന്നുള്ള ഒരു കണ്ടമാനം വായിക്കുന്നത് നന്നല്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ളവരുണ്ട്. കാരണം രണ്ടും, ഈ വായിക്കുന്നതും എഴുതുന്നതിലുണ്ട് ഈ മസ്തിഷ്കത്തിൻ്റെ സർഗാത്മക പ്രവൃത്തിയിൽ ചെറിയ വ്യത്യാസമാണ്. അപ്പോൾ വല്ലാതെ വായനയ്ക്ക് അഡിക്ഷൻ ആവുന്നത് എഴുത്തിനെ സഹായിക്കില്ല എന്നൊരു അഭിപ്രായം എന്നോട് പണ്ട് മഹാകവി എടശ്ശേരി ഗോവിന്ദൻ നായരുടെ മകൻ, ഇന്ന് അദ്ദേഹം ഡോക്ടർ ദിവാകരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ബിഷഗ്വരനാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പം അങ്ങനെ ലക്കുലഗാനുമില്ലാത്തൊരു വായന അല്ല വേണ്ടത്. എഴുത്തുകാരാകുന്നവർ അറിഞ്ഞ് വായിക്കലാണ് വേണ്ടത്. പിന്നെ മാഷ് പറഞ്ഞ ഒരു കാര്യം, വായനയുടെ ഒരു പ്രയോജനം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ പലരും വായിക്കുന്നത് എഴുത്തുകാരനാവാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ വായിക്കുന്നത് പ്രഭാഷകനാകാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വായനയെ മാഷ് എങ്ങനെയാണ് കാണുന്നത്? വായന അതിൻ്റെ ഉള്ളിൽ തന്നെ മനോഹരമായൊരു ധ്യാനമല്ലേ? നേട്ടങ്ങൾക്കുള്ള വായന പ്രയോജനവാദം, മൗലികവാദമായി കഴിഞ്ഞാൽ എല്ലാറ്റിനും മോശമാണ്. അതെ. കാരണം ഒരു യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പ്രയോജനം, അത് കഴിഞ്ഞ ആൾക്കാരോടുള്ള ബന്ധം പ്രയോജനത്തിനാകും.
സ്നേഹവും പ്രയോജനത്തെ. അപ്പം അത് മനുഷ്യനെ വെറും ഒരു പ്രയോജന ജീവിയായിട്ട് കമ്പോള ജീവിയൊക്കെ പോലെ ആക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് പിന്നെ എഴുത്തുകാരനാവും എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോൾ അതിനുള്ള ഒരു വായന നമുക്ക് വേണ്ടി വരും ഇടയ്ക്ക്. ശ്രദ്ധ വേണ്ടി വരും. വേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ നമ്മൾ വായിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് വായന റീഡിങ് ഫോർ പ്ലഷർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ വായനയിൽ നിന്ന് ആനന്ദം കിട്ടുന്ന വായനകളാണ് കൂടുതൽ മനസ്സിൽ പതിയുകയും സർഗാത്മകമായി നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വെറും പ്രയോജനത്തിനുള്ള വായന അത്ര നല്ലതല്ല. പ്രയോജനം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അടിസ്ഥാനപരമായിട്ട് മൗലികമായിട്ട് വായന, നല്ല വായന എന്ന് പറഞ്ഞാൽ അത് റീഡിങ് ഫോർ പ്ലഷർ കൂടിയായിരിക്കണം. നമ്മുടെ സന്തോഷത്തിനും ആത്മസംതൃപ്തിക്കും മാനസികമായ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള വായനയാണ് ഏറ്റവും നല്ല വായന. ഈ ആനന്ദം എന്ന് പറഞ്ഞത് മാഷ് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. കാരണം അതെ, ആനന്ദം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നിലനിൽപ്പിൽ തന്നെ ശരിയായിട്ടുള്ള പിന്നെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരുടെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് അവർക്ക് ആനന്ദം, അവർ വെറുതെ ഇരുന്നാൽ തന്നെ അവർക്ക് അവരുടെ നിലനിൽപ്പിൽ തന്നെ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. നമ്മളിപ്പോൾ ഇന്നത്തെ സാധാരണ ആൾക്കാരുടെ ജീവിതത്തിൽ ഈ പിന്നെ നഗര ജീവികളുടെ കാര്യത്തിൽ ആനന്ദം കാണണമെങ്കിൽ കൂട്ടുകൂടണം, അല്ലെങ്കിൽ യാത്ര പോകണം, കുറച്ചും കൂടി മോശക്കാരാണെങ്കിൽ കള്ളു കുടിക്കണം, ഇതൊക്കെ വേണം. പുറത്തുനിന്ന് എന്തെങ്കിലും സഹായിച്ചാലേ നമുക്ക് ആനന്ദം ഉണ്ടാവാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമ്മുടെ നിലനിൽപ്പിൽ തന്നെ പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു റിയലൈസേഷൻ വരുന്ന ആനന്ദമാണ് പിന്നെ ശുദ്ധമായിട്ടുള്ള ആനന്ദം. മറ്റതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് താൽക്കാലികമായി ഉണ്ടാക്കുന്നതാണ്. അപ്പം ആ ആനന്ദത്തെയാണ് ആ ആനന്ദം പോലെ കൂടിയാണ് ശരിക്കും വായനയിൽ നിന്നുള്ള ആനന്ദം. കാരണം സാഹിത്യത്തെ ബ്രഹ്മാനന്ദ സഹോദരം എന്ന് പറയാറുണ്ട്. പിന്നെ ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മനസ്സിലാക്കുന്നതിൽ, സാക്ഷാത്കരിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ്. അതിൻ്റെ സഹോദര തുല്യമാണ് സാഹിത്യത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം എന്ന് പറയാറ്. അപ്പം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. മാഷ്, ഇനി നമുക്ക് എഴുത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വായനക്കാരെപ്പറ്റി, വായനയെപ്പറ്റി മാഷ് പറഞ്ഞതുപോലെ തന്നെ മാഷിനെ പിന്തുടരുന്ന, പുസ്തകങ്ങൾ പിന്തുടരുന്ന, ഇതുപോലെ എഴുതണം. നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യ ചിന്ത ഇതാണല്ലോ, ഇത് ഞാൻ എഴുതേണ്ടതാണ്, ഇതുപോലെ എനിക്ക് ഇതിനേക്കാളും നന്നായി എഴുതാൻ പറ്റിയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതൊരു തുടർച്ചയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ എഴുത്തുകാരോട് അല്ലെങ്കിൽ എഴുത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എങ്ങനെയാണ് നമ്മൾ എഴുത്തിലേക്ക് വരിക? അതിങ്ങനെ നമ്മൾ ബോധപൂർവം എഴുതി തുടങ്ങേണ്ടതാണോ, അതോ വായനയുടെ ഒരു ഇടവഴിയിൽ നമ്മളൊരു എഴുത്തുകാരനായി രൂപാന്തരപ്പെടുകയാണോ? മാഷിന് ആ വിഷയത്തിലുള്ള നിരീക്ഷണം എന്താണ്? എഴുത്തിന് പ്രചോദനമായി നിൽക്കുന്നത് വായന അതിനെ സഹായിക്കാൻ വേണ്ടി പദസമ്പത്തും നമ്മളുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് വളർത്താനൊക്കെ നല്ലതാണ്. പക്ഷെ എഴുത്തിന് മൗലികമായി സഹായിക്കുന്നത് അതിനുള്ളൊരു പ്രചോദനമാണ്. പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ക്ഷോഭങ്ങൾ, ധാർമ്മിക രോഷങ്ങൾ, മറ്റുള്ളവരുടെ വേദന നമ്മളെ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന ഞെളിപിരികൊള്ളലുകൾ, ഇങ്ങനെ നമ്മളെ മനസ്സിനുണ്ടാകുന്ന ചില ആഘാതങ്ങൾ, ക്ഷോഭങ്ങൾ, ഇതെല്ലാമാണ് നല്ല എഴുത്തിന് കാരണമായി ഭവിക്കുന്നത്. അതിനെ ആവിഷ്കരിക്കാനും ആ ക്ഷോഭത്തിൽ നിന്ന് വിമുക്തി നേടാനും തൻ്റെ വികാരത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് എഴുത്ത് വരേണ്ടത്. അല്ലാതെ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുക, പണത്തിന് വേണ്ടി എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല എഴുത്തായി മാറില്ല. അതിൻ്റെ പ്രയോജനം പറയാം. അതായത് സ്വയം നമുക്ക് ആവിഷ്കരിക്കാതിരിക്കാൻ വയ്യ എന്ന് തോന്നുന്ന രീതിയിൽ മനസ്സിനുണ്ടാകുന്ന ചില ക്ഷോഭങ്ങൾ, അസ്വസ്ഥതകളാണ് എല്ലാ എഴുത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള വിത്തായിട്ട് ഭവിക്കുന്നത്. ഇതിനെ കണ്ടെത്തണം. അത് അവനവൻ ജീവിതത്തിൽ നിന്ന് അവനവനെ നിരീക്ഷിക്കുകയും അവനവൻ്റെ മനസ്സിനെ നിരീക്ഷിക്കുകയും സഹജീവിയും ലോകത്തെയൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്ഷോഭങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരും. അതായിരിക്കണം എഴുത്തിൻ്റെ മൂലബീജം. അതെ. അപ്പോൾ ഈ ക്ഷോഭം ഏതൊരു സാധാരണക്കാരായ മനുഷ്യർക്കും നമ്മുടെ പലതും കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ഷോഭമാണ്. പക്ഷെ അത് അതേ മൂർച്ചയോടുകൂടി എഴുതാൻ കഴിയുക എന്നുള്ള ഒരു കഴിവ് അപ്പുറത്തുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്ഷോഭം ഉണ്ടാകും. മാഷ് പറഞ്ഞതുപോലെ വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ക്ഷോഭത്തെ നല്ല എഴുത്താക്കി മാറ്റാൻ അപ്പം നമുക്ക് അവിടെ ഒരു എഴുത്തിൻ്റെ ഒരു സിദ്ധി വേണമല്ലോ. അതിന് എന്തൊക്കെ ഗുണങ്ങളായിരിക്കണം വേണ്ടത്? അതിനാണ് നമ്മൾ എഴുത്തിൻ്റെ ക്രാഫ്റ്റ്,
പിന്നെ എഴുതുന്ന രീതികളൊക്കെ നമ്മൾ വായനയിൽ കൂടെ അതിനുള്ള സഹായകമായ ഘടകങ്ങൾ കിട്ടും. പക്ഷെ മൂലം ഇതാണ്, അതെ, ഇതാണ് മൂലബീജം ഇതാണ്. ഉം. പക്ഷെ അതിനെ ഒരു ക്രാഫ്റ്റാക്കി മാറ്റാൻ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് വായനയിൽ കൂടെ മനസ്സിലാക്കാം. പിന്നെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ പറ്റി ചില പുസ്തകങ്ങളുണ്ട്, അതൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ യാന്ത്രികമായിരിക്കും. ഉം. പക്ഷെ എം ടിയുടെ ഇപ്പോൾ ഖാദികൻ്റെ ഖാദികൻ്റെ പണിക്കുരപ്പുര, പണിപ്പുര. ഇതൊക്കെ എങ്ങനെയാണ് എം ടിയുടെ ഓരോ കഥകൾ ഉണ്ടായത്, അതിൻ്റെ പിറകിലുള്ള ക്ഷോഭം എന്താണ്, അതിനെ കഥയാക്കി മാറ്റിയെടുക്കുമ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കും നമ്മുടെ ക്ഷോഭങ്ങളെ കഥയായിട്ട് മാറ്റിയെടുക്കുമ്പോൾ എങ്ങനെയെല്ലാം ചെയ്യാം, ഉം. അതിൻ്റെ ശില്പത്തെ എങ്ങനെ ഉണ്ടാക്കാം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ അതെ, അതെ, ഒരു പരിശീലന അതെ കാലം അതെ അല്ലേ? അതെ അതെ. മാഷ് എം ഡിയുടെ കാര്യം പറഞ്ഞു. എം ഡിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹകാരിയുമായിരുന്നു മാഷ്. അന്ന് വായിക്കുകയും അത് മാഷിൻ്റെ എൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുകയും അതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാഥികൻ്റെ പണിപ്പുര പറഞ്ഞു. അപ്പോൾ എം ഡിയൊക്കെ എപ്പോഴും ആ പുസ്തകത്തിലും അല്ലാത്ത അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആദ്യത്തിൽ ഇങ്ങനെ കഥകൾ എഴുതിയിട്ട് കാത്തിരുന്നതും പബ്ലിഷ് ചെയ്യാതിരുന്നതും, ആദ്യത്തെ ഒരു രചന വന്നപ്പോൾ ഉണ്ടായ അതെ സന്തോഷവും, അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു വലിയൊരു നിധിയായി എഴുത്തുകാരൻ എന്നുള്ള അംഗീകാരത്തെ മൂപ്പര് കാണുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ സൗകര്യങ്ങളും നമുക്ക് എഴുതാനും എവിടെയോ എഴുതി നമുക്ക് തന്നെ പബ്ലിഷ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ കൂടുമ്പോൾ ഈ എഴുത്തിൻ്റെ ഈ ഒരുക്കം അല്ലെങ്കിൽ ഈ ഒരു ചിട്ട അത് കുറയുന്നില്ലേ? മാഷിന് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അല്ല, ഇപ്പോൾ എഴുത്ത് പിന്നെ ഇപ്പോൾ കൂടുതൽ പബ്ലിക്കേഷൻസ് ഉണ്ട്. ചെറുതായിട്ടൊരു വലിയ ഗുണമൊന്നുമില്ലാത്ത കൊടുത്താലും പബ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലിടാം. ഇങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ എഴുത്തിനോടുള്ള ഗൗരവം കുറഞ്ഞു പോകും. എഴുത്തിൻ്റെ ആ ക്രാഫ്റ്റ് മെച്ചപ്പെടുത്താനും നമുക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെ ഏറ്റവും ഫലപ്രദമായി അവതരിപ്പിക്കാനുമുള്ള പരീക്ഷണവും ഗവേഷണവും ആത്മശിക്ഷണവും നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് പോയാൽ പ്രശ്നമാണ്. അതെ, അതാണ് ഇപ്പോൾ ഈ പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ എഴുത്തൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം തോന്നിയത് പിന്നെ എഡിറ്റ് ചെയ്യാനോ സ്വയം നവീകരിക്കാനോ നിൽക്കാതെ ഉടനെ അതെ, കൊടുക്കും. അതെ, അതെ. അതുകൊണ്ടാണ് അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നത്. കാരണം നമുക്കൊരു കാര്യം പറയാനുള്ളത് തന്നെ, സഹജീവിയെ സ്പർശിക്കണമെങ്കിൽ ഏറ്റവും ഫലവത്തായ ഒരു രീതിയിൽ കൂടെ പറഞ്ഞാലേ പറഞ്ഞു. സ്പർശിക്കുള്ളൂ. അതെ, അത് നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ വഴി നമ്മൾ തന്നെ പിന്നെ ആത്മവിമർശനത്തിൽ കൂടെ ഗവേഷണത്തിൽ കൂടെ കണ്ടെത്തണം. അങ്ങനെയുള്ളൊരു മുന്നൊരുക്കം പലപ്പോഴും ഇന്ന് നടക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. നല്ല എഴുത്തുകാർ നന്നായി എഴുതി ഫലപ്രദമാവുന്നവരിലൊക്കെ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. അല്ലാതെ കുറേ ആൾക്കാർ എഴുതുന്നതൊക്കെ ഇങ്ങനെ ഉം. ഒരർത്ഥമില്ലാതെ പോകാൻ കാരണം അവരൊന്നും ഈ പരിശീലനത്തിന് തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ല എന്നുള്ളത്. എന്നുള്ളതാണ്. ഇനി വായനക്കാർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മാഷിൻ്റെ ഈ ഒരുപാട് ജീവിതത്തിൻ്റെ പുസ്തകമാണെങ്കിലും ദൈവത്തിൻ്റെ പുസ്തകമാണെങ്കിലും വലിയ പുസ്തകങ്ങൾ, അതുപോലെ വലുതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം കൊണ്ടും അതിൻ്റെ വലിപ്പം കൊണ്ടും, അപ്പോൾ ഇത്തരം വലിയ പുസ്തകങ്ങൾ എഴുതാൻ അതിൻ്റെ എഴുത്തിൻ്റെ ഒരു ചിട്ടയെപ്പറ്റി, മാഷിൻ്റെ ഒരു എഴുത്തിൻ്റെ ചിട്ടയെപ്പറ്റി ഒന്ന് പറയാമോ? ചിട്ട എന്ന് പറഞ്ഞാൽ ചില എഴുത്തുകാർക്കൊക്കെ പല മൂഡ് വരുമ്പോൾ മാത്രമേ അവർക്ക് എഴുതാൻ പറ്റൂ. നോവലൊക്കെ ആണെങ്കിൽ പിന്നെ ആനന്ദിനെ പോലുള്ളവർ ആദ്യം അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും, എങ്ങനെയൊക്കെയാണ് അധ്യായങ്ങളൊക്കെ പോകേണ്ടത്. ഓഹോ. എനിക്ക് പിന്നെ അങ്ങനെ മൂഡ് വരാൻ കാത്തിരിക്കലില്ല, പിന്നെ ഇന്ന സമയത്ത് എഴുതുന്നില്ല. ഉം. മനസ്സ് സ്വസ്ഥമാണെങ്കിൽ മറ്റ് വ്യാവഹാരികമായ തിരക്കുകളിൽ നിന്ന് വിട്ട് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് എഴുത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതെ. പിന്നെ ഇപ്പം നോവലൊക്കെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ പ്രമേയം, ഉം. അതിൽ കൂടെ നാം ആവിഷ്കരിക്കേണ്ട കാര്യങ്ങൾ, ഇതിവൃത്തം, ഇതൊക്കെ ഇങ്ങനെ അവ്യക്തമായിട്ട് മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവും. അതിനെ കൃത്യമായിട്ട് ഇങ്ങനെ എഞ്ചിനീയർ ചെയ്യുന്ന മാതിരി കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ട് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യില്ല. എഴുതി അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു നിലയ്ക്ക് പോവും, അതിലപ്പം മാറ്റം വരുത്തും. അങ്ങനെ ജൈവികമായ ഒരു രീതിയാണ് ഞാൻ എഴുത്തിലെല്ലാം പുലർത്താറുള്ളത്.